ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ രേവതി മീരയുടെ വീട്ടിലിരുന്ന് മാല കെട്ടുകയാണ്. ആ സമയത്ത് അവൾക്ക് വല്ലാതെ ഓംലെറ്റിൻ്റെ മണം വരുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താ മീരയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓംലെറ്റിൻ്റെ മണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മീരയ്ക്ക് വല്ലാതെ പേടിയായിട്ട് അവൾ വേഗം ഉള്ളിൽ പോയിട്ട് എന്നിട്ട് പറയുന്നുണ്ട്, ബീരാനോട് പറയുന്നുണ്ട്, നീ വേഗം ഇവിടുന്ന് പോകുന്നൊക്കെ പറയുന്നുണ്ട്. നിന്നെ ഇവിടെ കണ്ട രേവതി ആകെ പ്രശ്നമാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനവൻ പറയുന്നുണ്ട്, ഞാൻ എന്നെ ഇവിടെ കണ്ടെന്നാൽ ഞാൻ വേറെ ഒരാളാണ്, എന്നാൽ അഭിനയിച്ചോളാം, ഞാൻ നല്ലൊരു ആക്ടർ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മീര പറയുന്നുണ്ട്, വേഗം ഒന്ന് പോയി തരുമോ എന്നൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ എനിക്ക് ചെരുപ്പില്ലാതെ എങ്ങനെ പോകാനാ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതിക്ക് ഇത് എവിടെയോ കേട്ട ശബ്ദമാണല്ലോ, ഇത് എവിടെയോ ഞാൻ പരിചയമുള്ള ശബ്ദമാണ്, ഇത് ശ്രുതിയുടെ ചെറിയച്ഛൻ്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബീരാൻ അവിടുന്ന് മുങ്ങുന്നുണ്ട്. എന്തായാലും രേവതിക്ക് കാണാൻ പറ്റില്ല, ബീരാൻ അപ്പളേക്ക് അവിടുന്ന് മുങ്ങും. പിന്നെ കാണിക്കണം നമ്മുടെ സച്ചി നേരത്തെ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഓട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഓട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൾ പാർലറെടുത്തിയോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്താ ഇടത്തി പോവാത്ത്? അപ്പോൾ അവൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ കുറച്ച് വൈകിട്ട് പോവാൻ വിചാരിച്ചിട്ടാണ് മമ്മ, ഇങ്ങനെ ഒരിക്കലും ലേറ്റ് ആവാറില്ലല്ലോ, ഞങ്ങളൊക്കെ പോണേ മുന്നേ പാർലറെടുത്ത് ഇറങ്ങി പുറപ്പെടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശ്രുതി അത് കേട്ടിട്ട് ഞെട്ടിട്ടുണ്ട്. പിന്നെ കാണിക്കണത് സച്ചിക്ക് ഓട്ടം വന്നിട്ട് സച്ചി വീണ്ടും പോകുന്നുണ്ട്. പിന്നെ ആ സമയത്ത് നമ്മുടെ ശ്രുതി ആദ്യയുടെ അടുത്ത് പോയിട്ട് ആദ്യയുടെ മടിയിൽ കടത്തിയിട്ടൊക്കെ കൊഞ്ചുണ്ട്. ആ സമയത്ത് ആദ്യം പറയുന്നുണ്ട്, എനിക്ക് അമ്മയെ കാണാൻ കൊതിയാവണു, അമ്മ എത്രയും പെട്ടെന്നൊന്ന് കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മോൻ്റെ കണ്ണ് നാളെ ഊരല്ല, അപ്പോൾ നീ അമ്മേനായിരിക്കും നീ ആദ്യം കാണുക കേട്ടോ, നീ സമാധാനമായിട്ടിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സച്ചി പോയ സമയത്ത് ശ്രുതി ആദീനെയും വിമലിനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്ത് ലോഡ്ജ് എടുത്ത് അവിടെ പോയി താമസിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യൊക്കെ വലിച്ച് ഓടി വാതിലിൻ്റെ അടുത്ത് എത്തപ്പോഴേക്ക് സച്ചി വീണ്ടും വരുന്നുണ്ട്. സച്ചിയെ കണ്ടിട്ട് ആകെ പേടിച്ച് നിൽക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.